ജൂലൈ 28 വിശുദ്ധ അൽഫോൻസ. ഇന്ന് വിശുദ്ധ അൽഫോൻസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ നാം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മ അനേകായിരങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആവേശം പകരാൻ, മിശിഹാനുകരണത്തിൻ്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തി വയ്ക്കപ്പെട്ട വിളക്കാണ്. ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയായ മാതൃകയാണവൾ. കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് മാസം 19 അന്നക്കുട്ടി എന്ന അൽഫോൻസ ഭൂജാതയായി. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് മാതൃസഹോദരി അന്നമ്മയാണ്. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിന് അവളെ സഹായിച്ചത് ഈ വളർത്തമ്മയാണ്. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. ആയിരത്തി 1927 ഭരണങ്ങാനത്തെ ക്ലാരാ മഠത്തിൽ പ്രവേശിച്ച അന്നക്കുട്ടി 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രവും 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ പുണർന്നു. സന്യാസ ഭവനത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ ഒളിച്ച് വിശുദ്ധിയുടെ പ്രകാശം പരത്തിയവൾ. എന്നെ മുഴുവനും ഈശോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് എന്തും ചെയ്തു കൊള്ളട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളാണിവ. നിലത്ത് വീണ് അഴിയുമ്പോൾ ധാരാളം ഫലം നൽകുന്ന ഗോതമ്പ് മണിയുടെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസ. അവഗണന, അധിക്ഷേപം, തെറ്റിദ്ധാരണ, രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി, ദാരിദ്ര്യം, പ്രതികൂല കാലാവസ്ഥ, മറ്റ് തകർച്ചകൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ അവയെ രക്ഷാകരമാക്കാൻ നമുക്ക് കഴിയും എന്നതിൻ്റെ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയും എല്ലാം സ്വർഗീയ ചിന്തകൾ കൊണ്ട് അവൾ കീഴടക്കി. ആയിരത്തി 1946 ജൂലൈ 28 തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസേപ്പെ എന്ന് ഉരുവിട്ടുകൊണ്ട് തൻ്റെ സഹനബലി പൂർത്തിയാക്കി. ഈ ജൂബിലിയിൽ നമ്മുടെ മുറിവുകളെ ദൈവത്തിന് നൽകാം. അവിടുന്ന് ആ മുറിവുകളെ വിശുദ്ധമാക്കും. പരിത്രാണകനാമീശോ പോരുക, മമ മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക,
സുരദീപ്തി ചിന്തിയെന്നും വാഴുക. പരിത്രാണകനാമീശോ പോരുക. മമ മാനസം പൂവാടിയിൽ പോരുക. ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക. സുരദീപ്തി ചിന്തിയ